ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ നാളെ പ്രഖ്യാപിക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം. എത്ര ഘട്ടങ്ങളായി എന്ന് അറിയാനാകും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഒഡീഷ, സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും നാളെ പ്രഖ്യാപിച്ചേക്കും. ജമ്മു കശ്മീരിലെ വോട്ടെടുപ്പും പരിഗണനയിലുണ്ട് എന്നാണ് സൂചന. നോബിൾ മാരിക്കാരനുണ്ട് സമഗ്ര വിവരങ്ങളുമായി. നോബിൾ, നാളെ 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മീഷണർമാർ അടക്കം 3 പേർ ചേർന്നുള്ള വാർത്താ സമ്മേളനമാണ് 3 മണിക്ക് പ്രതീക്ഷിക്കുന്നത്. എത്ര ഘട്ടമായിരിക്കും? 7 ഘട്ടമായിട്ടായിരിക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു. നാളെ വൈകിട്ട് 3 മണിക്കാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തുമ്പോൾ എത്ര ഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. കഴിഞ്ഞ തവണ 2019 7 ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ഇത്തവണയും അതുപോലെ തന്നെ 7 അല്ലെങ്കിൽ 8 ഘട്ടമായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ 3ാമത്തെ ഘട്ടത്തിലായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതും ഒറ്റഘട്ടമായി 20 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും ഏപ്രിൽ ആരംഭിച്ച് മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഷെഡ്യൂൾ വരിക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നായിരുന്നു പുതിയ കമ്മീഷണർമാരായി ജ്ഞാനേഷ് കുമാറും അതോടൊപ്പം SS സന്ധുവും ഇന്നിപ്പോൾ ചുമതല ഏറ്റത്. അതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ദില്ലിയിൽ ചേർന്നു. അതിനുശേഷമാണ് നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും എത്തിയത്. വിശദമായി തന്നെ സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഇന്ന് ചർച്ച ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു കാശ്മീർ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും എത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയും ഈ ഘട്ടത്തിൽ ഉണ്ട്. അരുണാചൽ പ്രദേശ്, അതോടൊപ്പം ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന സൂചനകളും പുറത്തേക്ക് വരുന്നു. ഒപ്പം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിലെ പ്രഖ്യാപനം ഒരുപക്ഷെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടമോ അല്ലെങ്കിൽ അവസാന ഘട്ടമോ എന്താണ് പ്രധാനമായും ചോദ്യം ഉയരുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ 3ാം ഘട്ടമാണെങ്കിൽ വലിയ പേഴ്സൻറ്റേജില്ലാതെ അതിവേഗം തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേന്ദ്രസേന ഉൾപ്പെടെ വിന്യസിക്കേണ്ട സാഹചര്യം ഉണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവലോകനം ചെയ്തു. വിശദമായ വാർത്താ സമ്മേളനം നാളെ വൈകിട്ട് 3 മണിക്ക് പ്രതീക്ഷിക്കാം. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തുകയാണ്. പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പത്തനംതിട്ട, മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. മോദിയെ സ്വീകരിക്കാൻ നിരവധി പ്രവർത്തകർ ഇതിനകം പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാം. ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി V മുരളീധരൻ, ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവരും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പോടെ AICC ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരുമെന്നാണ് പത്മജ വേണുഗോപാൽ പ്രസംഗിച്ചത്. K മുരളീധരന് BJPയിലേക്കുള്ള പരവതാനി താൻ വിരിച്ചിട്ടുണ്ട്. ഒരു പ്രമുഖ സമുദായത്തിന്റെ വാക്കുകൾ കേൾക്കേണ്ട ഗതികേടിലാണിപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ഉണ്ടാകില്ല. അനിൽ ആന്റണി തന്റെ അനിയനാണ് എന്നും പത്മജ വേണുഗോപാൽ പ്രസംഗിച്ചു. ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. അത് K മുരളീധരന് അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും. അദ്ദേഹം പിന്നെ വൈകി മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല. എന്നാ സംസ്കാരം അതല്ല. പക്ഷെ അദ്ദേഹം വൈകി ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു പരവതാനി വിരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. അത് K വിവരങ്ങളുമായി റോഷിബാൽ. ഇപ്പോൾ കോൺഗ്രസ് വിരുദ്ധ പ്രസംഗം നടത്തി കഴിഞ്ഞിരിക്കുന്നു പത്മജ. വലിയ കരഘോഷം അവിടെ കേൾക്കാമായിരുന്നു. AK ആന്റണിയുടെയും K കരുണാകരന്റെയും മക്കൾ അടുത്തടുത്തിരിക്കുന്ന ദൃശ്യങ്ങളും രാഷ്ട്രീയ കൗതുകം ജനിപ്പിക്കുന്നതാണ്. എന്താണ് പത്മജിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത്? അതോടൊപ്പം തന്നെ മോദിയുടെ വരവിന് അവിടെ വലിയ ആൾക്കൂട്ടം, വലിയ ജനക്കൂട്ടം BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നു. 1 ലക്ഷം പേരെത്തുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. അത്രത്തോളം ഉണ്ടോ അവിടെ ആളുകൾ? സ്മൃതി, ആയിരക്കണക്കിന് BJP NDA പ്രവർത്തകർ പത്തനംതിട്ട സെൻട്രൽ സ്റ്റേഡിയം മൈതാനിയിൽ NDA പൊതുസമ്മേളനം നടക്കുന്ന മൈതാനിയിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഏതാണ്ട് 9:30 തന്നെ പ്രവർത്തകർ മോദിയെ കാണാനായി എത്തിച്ചേരുന്നു എന്നതാണ് പ്രത്യേകത. ഒന്ന്, പത്തനംതിട്ടയിൽ മോദി എത്തുമ്പോൾ ഒട്ടേറെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ വലിയ മുന്നേറ്റമുണ്ടാക്കി 3ാം സ്ഥാനത്താണെങ്കിൽ പോലും ഈ തവണ ക്രൈസ്തവ വോട്ടുകൾ കണ്ണുവെച്ചതിനെയാണ് അനിൽ ആന്റണി, മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകനെ പാർട്ടിയിലെത്തിച്ച് ഇവിടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നതും
മോദി ഇവിടെ പ്രചാരണത്തിനെത്തുന്നത്. ഏതായാലും മോദി പ്രഭാവത്തിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ NDAക്കുണ്ട്. ഇത് 4ാം വട്ടമാണ് കേരളത്തിലേക്ക് മോദി എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഒന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മോദിയുടെ പ്രചാരണത്തിന് ഇതോടെ തുടക്കമാകുന്നു. 19-ന് പാലക്കാട്ട് മോദി എത്തുമ്പോൾ ഒരുപക്ഷേ മോദിയുടെ റോഡ് ഷോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ റോഡ് ഷോയ്ക്ക് കൂടി കേരളം അതിൻ്റെ സാന്നിധ്യമാകും എന്നത് മറ്റൊരു പ്രത്യേകത. ഏതായാലും ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. BJP അവകാശപ്പെട്ടതുപോലെ 1 ലക്ഷത്തോളം പ്രവർത്തകരൊന്നും എത്തിയില്ലെങ്കിൽ പോലും വലിയ പ്രവർത്തകരുടെ സംഘം തന്നെ ഇവിടെ നേരത്തെ തന്നെ ഈ കൊടും ചൂടിനെ പോലും വകവെക്കാതെ മോദിയെ കാത്തിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. പത്മജ വേദിയിലെത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സംസ്ഥാനത്ത് ഓരോ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും താൻ പ്രചാരണത്തിന് പോകും, NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുമെന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രചാരണ വേദിയിലാണ് പത്മജ ഇന്ന്. അതും അനിൽ ആന്റണിക്ക് വേണ്ടി, AK ആന്റണിയുടെ പുത്രന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നത് പ്രത്യേകത. മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ കൂടി BJPയിലേക്ക് എത്തുമെന്ന് പത്മജ പറയുന്നുണ്ട്. ആരാണ് ആ മകൻ, ആ നേതാവ്, കോൺഗ്രസിലെ നേതാവ് എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ഇനിയും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്ന സൂചനകളാണ് പത്മജിയുടെ പ്രസംഗത്തിൽ ഉണ്ടായത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നേരത്തെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചതിന് തുല്യമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പത്മജിയുടെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ് മറ്റൊരു കാര്യം. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ തുടർച്ചയായ വരവിൻ്റെ ഒരാവേശമാണ് പ്രവർത്തകരിലും നേതാക്കളിലുമുള്ളത്. മോദി പ്രഭാവത്തിൽ മാത്രമാണ് BJP നേതാക്കൾക്ക്, NDA നേതാക്കൾക്ക് ഉള്ള പ്രതീക്ഷ. ഇന്നിവിടെ നിന്നും തിരിച്ച് മോദി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇനിയും പര്യടനം തുടരുന്നത്. ഹൈദരാബാദിലടക്കം പര്യടനം നടത്തിയതിനു ശേഷം 19-ന് തിരിച്ചെത്തും വീണ്ടും. ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന വലിയ ലക്ഷ്യം കൂടിയുണ്ട് മോദിയുടെ. 4ാം വരവ് അല്പസമയത്തിനകം അദ്ദേഹം പത്തനംതിട്ടയിലെത്തും. മോദി വരുന്നതിന് മുൻപായി AI സഹായത്തോടെ അദ്ദേഹത്തിന്റെ മുൻ പ്രസംഗങ്ങൾ അവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രംഗത്തിറക്കി നേട്ടം കൊയ്യാമെന്ന പ്രതീക്ഷയിലാണ് BJP. കേരളം, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ മോദി ഇന്ന് മാരത്തൺ പ്രചാരണമാണ് നടത്തുക. പരമാവധി സീറ്റുകളിൽ വിജയിക്കുകയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. 2014-ലും 2019-ലും വലിയ വിജയത്തോടെ അധികാരത്തിലെത്തിയെങ്കിലും കേരളത്തിൽ നിന്നും ഒരു MPയെ പോലും BJPക്ക് ലഭിച്ചില്ല. ഇത്തവണ മോദി ഗ്യാരണ്ടി ഉയർത്തി പ്രധാനമന്ത്രിയുടെ വരവിലൂടെ നേട്ടം കൊയ്യാനാണ് BJPയുടെ നീക്കം. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗമാണ് കേരളത്തിലേത്. അതും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ പത്തനംതിട്ടയിൽ. പാർട്ടി A ക്ലാസ് മണ്ഡലമായി കാണുന്ന തിരുവനന്തപുരത്തോ തൃശൂരിലോ പ്രചാരണം ആരംഭിക്കാതെ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് പിന്നിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടിയാണ് ലക്ഷ്യം. PC ജോർജ് മത്സരിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അപ്രതീക്ഷിതമായി അനിൽ ആന്റണി കളത്തിലിറങ്ങിയത്. BJPയിൽ നിന്നും അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ അടുപ്പിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ LDFും UDFും സ്വീകരിച്ച നിലപാട് മുതൽ ഒടുവിലത്തെ ഇന്തിഫാദ വിവാദം വരെ മണ്ഡലത്തിൽ BJP പ്രചാരണമാക്കുന്നുണ്ട്. തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയുമായുള്ള തർക്കത്തിൽ AIADMK മുന്നണിയിൽ നിന്ന് പുറത്തുപോയതോടെ ദ്രാവിഡ മണ്ണിൽ BJPയുടെ നില പരുങ്ങലിലാണ്. ഒപ്പമുള്ള ചെറുകക്ഷികളെ കൂട്ടുപിടിച്ച് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായിരിക്കും BJPയുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PMKയെയും നടൻ വിജയകാന്തിന്റെ DMDKയെയും മുന്നണിയുടെ ഭാഗമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. നടൻ ശരത് കുമാറിന്റെ ഓൾ ഇന്ത്യ സമത്വ മക്കൾ കക്ഷിയെ BJP സഖ്യത്തിൽ എത്തിക്കാനായതാണ് തമിഴ്നാട്ടിൽ ഒടുവിൽ കണ്ട രാഷ്ട്രീയ നീക്കം. BJPക്ക് സ്വാധീനമുള്ള കന്യാകുമാരിയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA വിജയധരണിയെ പാർട്ടിയിൽ എത്തിക്കാനായതും നേട്ടമാണ്. BJPയെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് തെലങ്കാന. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രചാരണത്തിന് പിന്നാലെ തെലങ്കാനയിലെ ബീഗംപേട്ടിലേക്കാണ് മോദി എത്തുക. വൈകിട്ട് ഇവിടെ റോഡ് ഷോ നടക്കും. രാത്രിയിൽ രാജ്ഭവനിലാണ് പ്രധാനമന്ത്രിക്ക് താമസമൊരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച നാഗർ കുർണൂലിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. ഞായറാഴ്ച BJP TDP ജനസേന സംയുക്ത സമ്മേളനത്തിലും മോദി പങ്കെടുക്കും. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി വിജയൻ എന്ന K മുരളീധരൻ MP. BJPക്ക് ജനം നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും. 20 സീറ്റിലും UDF ജയിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സമനില തെറ്റിയതുപോലെ മുഖ്യമന്ത്രി പിച്ചും പേയും പറയുന്നത്. പൗരത്വ ഭേദഗതി ബിൽ സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് MPമാർ കോൺഗ്രസ് അധ്യക്ഷയുടെ വീട്ടിൽ ലഞ്ച് കഴിക്കുകയായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കല്ലുവെച്ച നുണയാണെന്നും മുരളീധരൻ മറുപടി. 20-20 ജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് സമനിലത്തിൽ എത്തിയ പോലെ പിച്ചും പേയും മുഖ്യമന്ത്രി വിളിച്ചു പറയും. പൗരത്വ ഭേദഗതി സഭയിൽ വന്നപ്പോൾ
കോൺഗ്രസ് അധ്യക്ഷതയുടെ വീട്ടിൽ MP-മാർ, കേരള MP-മാർ ലഞ്ച് കഴിക്കുകയായിരുന്നു. കല്ല് വെച്ചതാണ്. അതായത് പിണറായി നരേന്ദ്രമോദി കൂട്ടുകെട്ടിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ സമനില തെറ്റിയ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും തരംതാണ വ്യക്തിയായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. മോഡിയുടെ കേരളത്തിലെ ഏജന്റാണ് പിണറായി. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ നൽകുന്ന ശിക്ഷയുടെ പകുതി പിണറായിക്കും കിട്ടും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ദല്ലാൾ നന്ദകുമാർ LDFിലേക്ക് ക്ഷണിച്ചുവെന്ന് പത്മജ വേണുഗോപാൽ. വിളിച്ചപ്പോഴേ ഒഴിവാക്കി. അതിനാൽ തുടർ ചർച്ചയുണ്ടായില്ല. BJPയിലെത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നും സുരേഷ് ഗോപിയുമായി നല്ല ബന്ധമാണെന്നും പത്മജ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. എനിക്ക് ദല്ലാളൻ നന്ദകുമാരനെ നല്ലോണം അറിയുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം വിളിച്ചത് ശരിയാണ്. അന്ന് എനിക്കിതൊന്നും പോകാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടായിരുന്നുമില്ല. സത്യം പറഞ്ഞാൽ ഒരു പിണക്കം. കാരണം ഇവിടെ ഇത്ര കാലമായിട്ട് ജീവിക്കണ എന്നെ ഒരു കമ്മിറ്റിയിലിട്, എന്തെങ്കിലും മീറ്റിങ്ങിന് വിളിക്കുക ഒന്നും ചെയ്തില്ല. ഒട്ടും ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓർക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കാണണം എന്ന് മാത്രമേ പറഞ്ഞത്. ഒന്ന് കാണണം, സംസാരിക്കണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ല. ഒരു സാധാരണ വ്യക്തി എന്നുള്ള എനിക്ക് കാണാം, അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യമേ ഒരു ഇത് കൊടുത്തില്ല, അനുകൂലമായിട്ടുള്ള മറുപടി കൊടുത്തില്ല. അത് അദ്ദേഹത്തിന് അറിയില്ലല്ലോ, എന്താ അവിടെ നടന്നെന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പം അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയുള്ളൂ. പോവും, തീർച്ചയായിട്ടും പോവും. കാരണം ഞങ്ങളൊക്കെ എത്ര കൊല്ലത്തെ ബന്ധമാണെന്നറിയാം. ആകെ വോട്ടിന്റെ 40% വരുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളാണ് വടകരയിൽ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ തർക്കമില്ല. നാദാപുരം, കുറ്റ്യാടി, കൊയിലാണ്ടി, കുത്തുപറമ്പ്, പേരാമ്പ്ര മേഖലകളിലെ വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. പൗരത്വ നിയമം നടപ്പാക്കിയതടക്കം അനുകൂലമാകും എന്നാണ് LDFിന്റെയും UDFിന്റെയും കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവരുതെന്ന് കേരളം മുഴുവൻ ചിന്തിച്ച 2019 K മുരളീധരന് വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന പ്രതീക്ഷ 2024 ആകുമ്പോൾ ഇല്ലെങ്കിലും ലീഗിന്റെ ഉത്തരവാദിത്തത്തിന് കുറവില്ല. കോൺഗ്രസ് പട്ടികയിലെ ഏക മുസ്ലിം ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ലീഗ്. അതേസമയം സ്ത്രീ സ്ഥാനാർത്ഥികളോട് കഴിഞ്ഞ കാലങ്ങളിൽ വടകരയ്ക്കുണ്ടായിരുന്ന താൽപര്യം ഇക്കുറിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കോൺഗ്രസിലെ നിരന്തരമായ BJP കുടിയേറ്റം ചർച്ചയാവുമെന്നും അത് ഇടതിന് അനുകൂലമാവുമെന്നുമാണ് പ്രതീക്ഷ. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമാകാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന ചർച്ചയാണ് മണ്ഡലത്തിലുടനീളം LDF ഉയർത്തുന്നത്. CAA കുറിച്ച് ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ പാർലമെന്റിൽ പ്രതിഷേധിക്കാതിരുന്നത് ആയുധമാക്കുകയാണ് LDF. ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാർ അവിടെ എന്തിനു വേണ്ടി നിലകൊള്ളണം? അവിടെ പൗരത്വ രജിസ്ട്രേഷൻ ഭേദഗതി നിയമം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പോയിട്ടുള്ള MP-മാർക്ക് അതിൽ പ്രതികരിക്കാൻ സാധിക്കാതിരുന്നത്? അപ്പോൾ അന്ന് തന്നെ ഇടതുപക്ഷം കേരളത്തിൽ LDF പ്രതിഷേധിച്ചല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു, പൗരന്മാരെ ഭിന്നിപ്പിക്കുന്ന ഒരു നിയമവും ഇവിടെ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല. എന്നാൽ CAA വിഷയത്തിൽ BJPക്കെതിരെ ചെയ്യുന്ന വോട്ടുകൾ കോൺഗ്രസിനാവുമെന്ന പ്രതീക്ഷ കൈവിടുന്നില്ല UDF. ഈ നാടിൻ്റെ ഭരണഘടന അതിൻ്റെ പൗരന്മാരെ സമന്മാരായി കാണുന്നതിൽ, ജാതിയോ മതമോ പ്രദേശമോ ഒന്നും വ്യത്യാസമില്ലാതെ കാണുന്നതിൽ അവിടെ ഒരു വിഭാഗീയ വിജ്ഞാപനം വരികയാണ്. പൗരത്വത്തിന് മതം ഒരു മാനദണ്ഡമാകുമ്പോൾ അതൊരു മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിട്ടല്ല, ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതിൽ പ്രതിഷേധമുള്ളവർ, അതിനെ പ്രതിരോധിക്കണമെന്ന് തീരുമാനിക്കുന്നവർ, ജനാധിപത്യ ബോധമുള്ളവർ, മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ, അവരെല്ലാവരും വോട്ട് ചെയ്യേണ്ടത് BJPക്കെതിരായിട്ടാണ്. 2014 കിട്ടിയ 15,058 വോട്ടുകൾ 2019 5,544 കുറഞ്ഞെങ്കിലും SDPIയും തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാവും. സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ SDPI വോട്ടുകൾ ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, കോഴിക്കോട്. മുദ്രാവാക്യങ്ങൾക്കൊപ്പം പാട്ടും പണ്ടുകാലത്ത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമായിരുന്നു. പാട്ടുപാടി ആലപ്പുഴയുടെ ഹൃദയത്തിൽ സമരപുളകങ്ങൾ നിറച്ച വിപ്ലവ ഗായിക PK മേദിനി ആ തെരഞ്ഞെടുപ്പ് കാലം ഓർക്കുകയാണ്. രാഷ്ട്രീയ സംശുദ്ധി പുലർത്തുന്നവർക്കാകണം വോട്ട് ചെയ്യേണ്ടത് എന്നാണ് PK മേദിനിയുടെ അഭിപ്രായം. റെഡ് സല്യൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ. രാഷ്ട്രീയ ഉത്സവമായ തിരഞ്ഞെടുപ്പ് PK മേദിനി എന്ന വിപ്ലവ ഗായികയ്ക്ക് എന്നും ഹരമാണ്. പ്രചരണത്തിനു വേണ്ടി പാട്ടുപാടി നടന്ന കാലം ഇന്നും ഓർമ്മയിൽ.
തിരഞ്ഞെടുപ്പിൽ തോറ്റ ടി വി തോമസിന് വേണ്ടിയും മേദിനി പാട്ടുപാടിയിട്ടുണ്ട്. രാഷ്ട്രീയ സംശുദ്ധി മാനദണ്ഡമാക്കി വേണം ജനം വോട്ട് ചെയ്യാനെന്നാണ് മേദിനിയുടെ അഭിപ്രായം. KR ഗൗരിയമ്മയെ പോലുള്ള വനിതകൾ കൂടുതലായി രംഗത്ത് വരണമെന്നും മേദിനി ആവശ്യപ്പെടുന്നു. എരുമയ്ക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് തർക്കമുണ്ട്. ഇപ്പോഴും വലിയ സംവരണമൊക്കെ ഉണ്ടെങ്കിലും പേരിനേ ഉള്ളൂ വനിതകൾ പല കാര്യങ്ങളിലും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച അനുഭവമുണ്ട് PK മേദിനിക്ക്. മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. അരനൂറ്റാണ്ടായൂരി നാടിൻ്റെ മോചനം കാലം നിങ്ങൾക്കുയർത്തിയിടുന്നു സ്മാരകം. ഇന്നും അപൂർവ ശോഭയാർന്നൊരാ സ്മാരകം റിപ്പോർട്ടർ ആലപ്പുഴ. നേർന്നിടുന്നു വിപ്ലവാഭിവാദനം. CPIM, CPI, കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും BJPയുമായി പാലക്കാട്ട് ചർച്ചകൾ നടത്തിയെന്ന് സ്ഥിരീകരിച്ച് BJP. അസംതൃപ്തരായ പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറഞ്ഞു. പലരും ഉടൻ BJPയിലേക്ക് കടന്നുവരും. താഴേക്കിടയിലുള്ള നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ ചർച്ച നടത്തിയവരുടെ പട്ടികയിലുണ്ട് എന്നും കൃഷ്ണകുമാർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിനിടയിലാണ് നമ്മളുള്ളത്. എങ്ങനെ പോകുന്നു? ചൂടൊക്കെയാണ്, അതിനിടയിൽ പ്രചരണം എങ്ങനെയുണ്ട്? അന്തരീക്ഷത്തിലെ ചൂടിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും കൂടിക്കൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം K. കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് വന്നു. അതിന് പിന്നാലെ പത്മിനി തോമസ്, അങ്ങനെ ഒരുപാട് പേര് വരുന്നു. പാലക്കാട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിരുന്നു? ഞങ്ങൾ ബൂത്ത് മുതൽ ജില്ല വരെയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ അതൃപ്തരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇനി മോദി സർക്കാരിലും അതുപോലെ തന്നെ BJPയിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെല്ലാം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും പാലക്കാടും ഇതുപോലെ നിരവധി ആളുകൾ അടുത്ത ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നതാണ്. CPM നിന്നും കോൺഗ്രസ് നിന്ന് അത്ര ആളുകൾ രണ്ട് പാർട്ടികളിൽ നിന്നും CPM, CPI, കോൺഗ്രസ്, അങ്ങനെ കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിൽ നിന്ന് താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ അതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരുടെ എല്ലാം പ്രതീക്ഷ ഇന്ന് BJPയിലാണ്. അവർ പങ്കുവെക്കുന്ന ഒരു പരിഭവം എന്താണ്? ഒന്ന്, രണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളത് കോൺഗ്രസ്സുകാർ പൊതുവായിട്ട് പറയുന്ന സാഹചര്യമാണുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം കഴിഞ്ഞ 7 വർഷക്കാലത്തെ ഈ സംസ്ഥാനത്തെ ഭരണം, പിണറായി സർക്കാരിൻ്റെ ഭരണം, അവരുടെ പ്രവർത്തകരുടെയിലും അവരുടെ അനുഭാവികളുടെ ഇടയിലും അവരുടെ വലിയൊരു വിഭാഗം നേതാക്കന്മാരുടെ ഇടയിലും വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാർ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കളെ പോലെ തന്നെ പാലക്കാട് ജില്ലയിലുള്ള വിവിധ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ BJPയിലേക്ക് വരാനുള്ള ഒരു സന്നദ്ധ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആഗ്രഹം അദ്ദേഹത്തെ ഉൾപ്പെടെ കണ്ട് ചർച്ച നടത്തി പങ്കുവച്ചിരുന്നു എന്നൊരു കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകുമെന്നും പറയുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലൊരു പ്രതീക്ഷയിലാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാർ. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ. EP ജയരാജനുമായി തനിക്ക് ബിസിനസ് ബന്ധമില്ലെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി പ്രതികരിച്ചു. വൈദേകം റിസോർട്ട് ഏറ്റെടുത്തത് തന്റെ കമ്പനിയല്ല, തനിക്ക് പല കമ്പനികളിലും നിക്ഷേപമുണ്ട്. അവർ ആരെല്ലാമായാണ് ബിസിനസ് ചെയ്യുന്നതെന്ന് അറിയേണ്ട കാര്യമില്ല. രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് വ്യക്തിഹത്യ നടത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. ചന്ദ്രശേഖരൻ്റെ കമ്പനിയല്ല അത് രാജീവ് ചന്ദ്രശേഖർ ലീഗലി ഏൺ ചെയ്ത് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 4-5 കമ്പനീസിൽ അവരുടെ മാനേജ്മെൻറ്റ് ആരുടെ കൂടെ എന്ത് ചെയ്യും ആ മാനേജ്മെൻറ്റിനോട് ചോദിക്കണം. അത് EP ജയരാജൻ്റെ കൂടെയാണോ മറ്റാരുടെ കൂടെയാണോ അവരോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ ഒരു ബിസിനസ് പങ്കാളിത്തോ റിലേഷൻഷിപ്പ് ആരുടെ കൂടെയില്ല. അത് പിണറായി വിജയൻ്റെ കൂടെയില്ല, ശശി തരൂരിൻ്റെ കൂടെയില്ല, രാഹുൽ ഗാന്ധിൻ്റെ കൂടെയില്ല, EP ജയരാജൻ്റെ കൂടെയില്ല. എനിക്ക് അവരുടെ കൂടെ ബിസിനസ് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. എൻ്റെ 18 കൊല്ലമായിട്ട് എൻ്റെ രാഷ്ട്രീയം ഒരു ഓപ്പൺ ബുക്കാണ്, ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ്, ഒരു അൺബ്ലെമിഷ് ട്രാക്ക് റെക്കോർഡാണ്. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ഇടുക്കി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ ചെറുതോണി ടൗണിൽ നിന്ന്. മലമേലെ തിരിയിട്ട് പെരിയാറിൻ തളയിട്ട് നമ്മൾ നിൽക്കുന്ന ഇടുക്കിയിലാണ്. മിടുമിടുക്കിയ ഇടുക്കിയാണ് പിന്നിൽ കാണുന്നത്.
ഇടുക്കിയുടെ സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസ് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉന്മേഷ ഊർജ്ജമൊക്കെ വന്നിട്ടുണ്ട്. പൊതുവെ എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് കൂടിയോ അതോ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ PhD ഓപ്പൺ ഡിഫൻസിന് പോകുന്ന ഒരു സമയത്ത് ടെൻഷൻ ഉണ്ടല്ലോ അതുപോലാണോ? അല്ലല്ല, ഇക്കാര്യത്തിൽ എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അതായത് ഇടുക്കി പദ്ധതിയിൽ MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം എന്താണ് സംഭാവന നൽകിയത് എന്നാണ് ഡീൻ ഈ വോട്ടർമാരോട് പറയുന്നത്? എൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഈ കടന്നു പോകുന്നത് അടിമാലി കുമളി ദേശീയപാതയാണ്. ഇത് 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോവുകയാണ്. 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ വന്നു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അടിമാലി, ചെറുതോണി, കട്ടപ്പന, അതിനപ്പുറത്ത് വണ്ടിപ്പെരിയാർ, അത് NH 183-ലുള്ളതാണ്. മുണ്ടക്കയം കുമളി ദേശീയപാതയുടെ ഭാഗമാണ്. അതും 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കാൻ പോകുന്നു. ഈ മുമ്പ് പറഞ്ഞ ഈ ടൗണുകളിലെല്ലാം ബൈപ്പാസ് വരാൻ പോകുന്നു. നിരവധി പദ്ധതികൾ. അപ്പോൾ ഒരു 2024 ജൂൺ മാസം 30 ഇടുക്കി പാർലമെന്റ് നിയോജകമണ്ഡലം സമ്പൂർണ്ണമായ കണക്ടിവിറ്റിയുള്ള പ്രദേശമായി സമ്പൂർണ്ണ കണക്ടിവിറ്റി ആയിട്ട് മാറും ആദിവാസി മേഖലകളിലടക്കം. ആണ് അല്ലേ? എവിടെ ജയിക്കും എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. നല്ല ശക്തികളാണ് രണ്ടുപേരും. നമുക്കപ്പം ജോയ്സ് ജോർജ് കൂടി ചേരുന്നു. ജോയ്സ് ജോർജ് ഉഷാറാണല്ലോ. അടിമുടി ഇടുക്കിക്കാരൻ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കും അല്ലേ ജോയ്സ്? ജോയ്സിന്റെ പ്രതികാരമാണോ നടക്കാൻ പോകുന്നത്, ഡീന്റെ പുതുപ്പാണോ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ രണ്ടുപേരുടെയും പ്രവർത്തനവും MP എന്ന നിലയിലുള്ള പെർഫോമൻസ് MP എന്നുള്ള പെർഫോമൻസ് ഒക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ജനം വിലയിരുത്തി ജനം വിധി എഴുതട്ടെ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2014 ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുമ്പോൾ ഇടുക്കിയിൽ, പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോരത്ത് യാത്രായോഗ്യമായ ഒരു റോഡും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകളുള്ള സ്ഥലമായി ഇടുക്കി മാറിയത് ഈ ഘട്ടത്തിലാണ്. ഒരു വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കാൻ പിന്നീട് 1ാം പിണറായി ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിനൊപ്പം നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മണിയാശാൻ മന്ത്രിയും മറ്റാളുകളെയൊക്കെ ഒപ്പം നിന്നുകൊണ്ട് അതിനകത്ത് കൃത്യമായി ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾ അടിമുടി ഇടുക്കിക്കാരനായി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. മലയോര നാടിന്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞുള്ളൊരു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് എന്നൊരു സ്ഥാനാർത്ഥി. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ എന്താ സാധ്യത? ഇടുക്കിയിലുള്ള സാധ്യത ഞങ്ങൾ ജോയ്സ് ജോർജിനെ ജയിപ്പിക്കണമെന്നുള്ള കാര്യം പല ഉപകാരങ്ങൾ ഇടുക്കിക്ക് ചെയ്തിട്ടുണ്ട്. ജോയ്സ് ജോർജിന് ഇടുക്കിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇടുക്കിക്ക് വേണ്ടി എന്തെങ്കിലും വികസനം ചെയ്യണമെങ്കിലും ഒരു ഇടുക്കിക്കാരൻ കേന്ദ്രത്തിൽ പോയാലും നടക്കും. എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഡീനും കരുത്തനാണ്, ജോയ്സും കരുത്തനാണ്. തെരഞ്ഞെടുപ്പ് ഇവിടെ ഇപ്പൊ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ജോയ്സേ ഉള്ളൂ. മൊത്തത്തിൽ ഇവിടെ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ പ്രാവശ്യത്തിലും ഭൂരിപക്ഷം നേടും. മെഡിക്കൽ കോളേജ് 5 വർഷം ജോയ്സ് ജോർജ് MP ആയിട്ടിരുന്നിട്ട് എന്ത് കൊടുത്തെന്ന് ഇവർ പറയട്ടെ. 2014 പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് മെഡിക്കൽ കോളേജിന് ഫണ്ട് അനുവദിച്ചത്. അത് മെഡിക്കൽ കോളേജായി മാറി. ഡീൻ ഒരു ഫണ്ട് ലാപ്സാക്കിയിട്ടില്ല. ഡീൻ ഏറ്റവും ഇടുക്കിക്കാർക്ക് കൂടി ഏറ്റവും കൂടുതൽ എന്ത് പ്രളയം വന്നു ഏത് കാര്യത്തിനും ഡീനായിരുന്നു ഇടുക്കിക്കാരുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. ജോയ്സ് മാത്രമേ ഇവിടെ ജയിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തങ്കമണിയിൽ നിന്ന് നമ്മൾ ഇന്നത്തെ ഈ വാർത്തായാത്ര അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് ചുരമിറങ്ങിപ്പോകുന്നത് തിളച്ചുമറിയുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. മുകേഷിനെ കാണണം, NK പ്രേമേന്ദ്രനെ കാണണം,